ഒരു മാസത്തിനകത്ത് ചില ഇടങ്ങളിൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള രൂക്ഷമായി ബാധിക്കുന്ന ഇടങ്ങളിൽ നമ്മളൊരു കടൽ ഭിത്തി ഉണ്ടാക്കണം. അതൊരു മാസത്തിനുള്ളിൽ ഈ മൺസൂൺ തീരുന്ന മുമ്പ് ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതൊരു ശാശ്വത പരിഹാരമാണ് ഇതിന് വേണ്ടത്. അത് ഒരു കടൽ ഭിത്തിയാണ് ഇതിന് വേണ്ടത്. കാപ്പിരിക്കാട് തൊട്ട് അഴീക്കൽ വരെ 10.5 കിലോമീറ്ററാണ് പൊന്നാനി നിയോജക മണ്ഡലത്തിലെ തീരദേശം. അവിടെ 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഭാഗികമായെങ്കിലും ഇത്തരത്തിലൊരു കല്ല് കൂട്ടി വെച്ചിട്ടുള്ളത്. ഒരു കടൽ ഭിത്തി എന്ന് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ ഈ ബജറ്റിൽ 3 കോടി രൂപ ഇതിനുവേണ്ടി വകയിരുത്തുകയും മിച്ചം വരുന്ന തുക നബാർഡ് ഉൾപ്പെടെയുള്ള ഏജൻസികളിൽ നിന്ന് കടമെടുത്തുകൊണ്ട് കാപ്പിരിക്കാട് തൊട്ട് അഴീക്കൽ വരെയുള്ള കടൽ ഭിത്തി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു DPRന്റെ പ്രവൃത്തികൾ നടന്നു വരികയാണ്. DPR അന്തിമമായാൽ നബാർഡിൻ്റെ പ്രപ്പോസലിൽ അത് ഉൾപ്പെടുത്തി ഇവിടെ ഒരു കടൽ ഭിത്തി ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് അതിൻ്റെ പേപ്പർ വർക്കുകൾ പുരോഗമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പോലും അതൊക്കെ ഉരുത്തിരിഞ്ഞ് വരണമെങ്കിൽ അതിന് 1 വർഷത്തിലധികം എടുക്കും. അതിൻ്റെ പണി പൂർത്തിയാവണമെങ്കിൽ മറ്റൊരു 2 വർഷം എടുക്കും. അത്രയും കാലം തീരദേശവാസികൾ ഇങ്ങനെ വിധിക്ക് വിട്ടുകൊടുക്കുക വയ്യ എന്ന് ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ഈ മൺസൂൺ കാലത്ത് തന്നെ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്താൻ ചില കമ്പനികളെയൊക്കെ വ്യക്തിഗതമായിട്ട് MLA എന്ന നിലയിൽ ഞാൻ സമീപിച്ചിട്ടുണ്ട്. അവരുടെ CSR ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അത്യാവശ്യമുള്ള ഇടങ്ങളിൽ ഒരു കടൽ ഭിത്തി പണിയാനുള്ളൊരു സാഹചര്യം ചെറിയ തുകകളാണ് കിട്ടുമെങ്കിൽ പോലും 1 കോടിയിൽ താഴെയുള്ള തുകക്ക് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. അത് കിട്ടിയാലുടൻ ഒരു മാസത്തിനകത്ത് ചില ഇടങ്ങളിൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള രൂക്ഷമായി ബാധിക്കുന്ന ഇടങ്ങളിൽ നമ്മളൊരു കടൽ ഭിത്തി ഉണ്ടാക്കണം. അതൊരു മാസത്തിനുള്ളിൽ ഈ മൺസൂൺ തീരുന്ന മുമ്പ് ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് മാത്രമാണ് ഇപ്പോഴുള്ള എത്രയും പെട്ടെന്നുള്ള ഒരു ഇടപെടലും ഒരു പരിഹാരവും. അതിനുള്ള പണികളും പ്രവൃത്തികളും പുരോഗമിക്കുന്നു. ഒരു മാസത്തിനുള്ളിൽ അത്തരത്തിലൊരു താൽക്കാലികമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.